ഹായ് മക്കൾസ്, അറക്കലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. സാർ, കഴിഞ്ഞ എക്സാം ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, സർക്കാർ ഞങ്ങളോട് ചെയ്തതൊരു ചതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ. ആക്ച്വലി അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? ഞാൻ പറയുമ്പോൾ സർക്കാർ നിങ്ങളോട് യാതൊരുവിധ തരത്തിലും ഒരു ചതിയും ചെയ്തിട്ടില്ല. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒരു ചോദ്യവും വന്നിട്ടില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പരീക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് എടാ ഔട്ട് ഓഫ് സിലബസ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതിനടുത്ത് എന്താ, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കുറച്ച് ടഫായിരുന്നു എക്സാമുകളൊക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, വളഞ്ഞ് തിരിഞ്ഞാണ് ഓരോ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. അതൊരു സത്യമാണ്. അത് ഒരു തരത്തിൽ നിന്നല്ല, എല്ലാ തരത്തിലും അതെന്താണ്, അത് നല്ലതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേഷൻ വരുന്നത് നല്ലതാണ്. എന്നും ഈ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇടയ്ക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മാറിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ ഒന്നും കൂടി കൂടുതൽ നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കും, ഒന്നും കൂടി ഡെപ്തായിട്ട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. നമ്മളതിന് എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് നോക്കിക്കാണണം. കാരണം ഇപ്പോൾ നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പലതും അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതൊക്കെ PSCയിലാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് PSCയിലും SSC എക്സാമുകളൊക്കെ എന്ത് ചെയ്യും, അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പോസിറ്റീവായിട്ട് മാത്രം കാണുക. അല്ലാണ്ട് പരീക്ഷ ഭയങ്കര പ്രശ്നമായിരുന്നു, സർക്കാർ ഞങ്ങളോട് ചതി ചെയ്തു, ഞങ്ങൾക്ക് ഭയങ്കര ടഫായിരുന്നു, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ നമ്മളൊരു നിഷ്കളങ്കമായ ബുദ്ധിയാണ്. നമ്മളെന്ത് ചെയ്യുക, നമ്മളൊരു പോസിറ്റീവായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു അപ്ഡേഷൻസ് ഒക്കെ നല്ലതാണ്, നമുക്കൊന്നും കൂടി പഠിക്കാൻ അതിൻ്റെ മോട്ടിവേഷൻ തരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ നോക്കിക്കാണാം. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്, വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്, അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് വരാറില്ലേ? അതൊക്കെ നല്ലതല്ല. അതായത് ഇതിൻ്റെ ആ ഒരു ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേഷൻസ് ഉണ്ടാവാറില്ലേ? അതും നല്ലതാണ്. കാരണം എന്താ, നിങ്ങളുടെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ എല്ലാ കേസിലും എന്ത് ചെയ്യാണ്ട് ഇത്തരത്തിൽ അപ്ഡേഷൻസ് വരാറുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുക, ആ രീതിയിൽ മാത്രം പോസിറ്റീവായിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളതിനെ വീക്ഷിക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, അതിലൊന്നും കൂടി സൂപ്പറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, കാരണം പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അല്ലറ ചില്ലറ കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു പഠന സഹായം അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് സൈലറ്റിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകൾ. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. ഓണം 10 എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10% ഓഫ് കിട്ടും. അപ്പോൾ ആ ഒരു അവസരവും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. പിന്നെ മാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാതും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നിർത്തുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.